ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ മാസത്തെ PNL ആണ്. കഴിഞ്ഞ മാസമല്ല, ഈ മാസം കഴിഞ്ഞില്ല, ഇനി 2 ദിവസമുണ്ട്. സോ കഴിഞ്ഞ മാസത്തെ ടോട്ടൽ PNL ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് മന്തിലെ PNL ഡയറക്റ്റ് PNL നമുക്ക് അതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയാം. സോ PNL ഉണ്ടാവുക ഇവിടെ റെഫറൻറ്റ് ഏണിൻ്റെ അവിടെയാണ്. ഫ്ലാറ്റ് ട്രേഡ് റെഫറൻറ്റ് വെരിഫൈഡ് PNL. അതിൽ നമുക്ക് കസ്റ്റം ഡേറ്റ് റേഞ്ച് അടിച്ചെടുക്കാം. ഡേറ്റ് റേഞ്ച് ഓഗസ്റ്റ് 1 മുതൽ എൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് 30 നടന്നോട്ടെ, ഇന്ന് വരെയുള്ള തന്നെ നടന്നോട്ടെ. PNL നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ കാണാം PNL -5617.5. ഇതാണ് കഴിഞ്ഞ മാസം എനിക്ക് വന്ന നെറ്റ് ലോസ് പറഞ്ഞത്. അതായത് ടോട്ടൽ ഓരോ ദിവസം പ്രോഫിറ്റ് ലോസ് എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് നെറ്റ് വന്നത് ഇത്രയും ലോസാണ്. സോ വലിയ ലോസ് എന്നൊന്നും പറയാനില്ല. ഇത് കാണുമ്പോൾ 5000 രൂപ ലോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോസായിട്ട് തോന്നിക്കും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാലൊരു ലോസ് എന്നൊന്നും പറയാൻ മാത്രമല്ല ഇത്. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ എൻ്റെ ടാർഗറ്റ് വെച്ചാൽ നോർമലി 7200 തന്നെ കുറച്ച് കൂടുതലാണ്. 6000 പറഞ്ഞാൽ കുറച്ച് കുറവാണ്. കറക്റ്റ് ടാർഗറ്റ് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മാസം 3 ലോട്ടിലെടുത്തത്. അപ്പോൾ 3 ലോട്ടിലെടുക്കുന്ന സമയത്ത് എൻ്റെ കറക്റ്റ് ഒരു ട്രേഡിൽ ടാർഗറ്റ് അടിക്കുകയാണ് 30 points 1:5 ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് ആയിരിക്കും എനിക്ക് കിട്ടാം. 6750, 6750 രൂപ. അപ്പം അങ്ങനെ ഒരൊറ്റ ടാർഗറ്റ് കൂടെ അടിച്ചിരുന്നെങ്കിൽ ഈ സാധനം പ്രോഫിറ്റിലെത്തിയിട്ടുണ്ടാകും. അതായത് ഒറ്റ ടാർഗറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു ലോസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു, അത്രയും ചെറിയ ലോസാണിത്. ഓക്കെ, മൊത്തം PNL നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റെഡാണ്. ആകെ 3 പച്ച, ഈ പച്ച കൂട്ടുണ്ട്, അതാകെ 123 ഉണ്ട്. അതൊരു ബ്രേക്ക് ഈവൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 ചോപ്പുണ്ട്. ആകെ 3 പച്ചേ ഉള്ളൂ. എന്നിട്ടും ഇത്ര ആകെ ഒരു പ്രോഫിറ്റ് അടിക്കേണ്ട, ഒരു ടാർഗറ്റ് അടിക്കേണ്ട എമൗണ്ടിൻ്റെ അത്ര പോലും ലോസ് വന്നിട്ടില്ല. അത് റിസ്ക് റിവാർഡിൻ്റെ ഒരു ഇതുകൊണ്ടാണ്, ബെനിഫിറ്റ് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തെ അല്ല ടോട്ടൽ SL-ലാണ് ഈ 3 ടാർഗറ്റ് പറഞ്ഞാൽ ആകെ 3 ടാർഗറ്റ് തന്നെയുള്ളൂ, അതിലും കൂടുതലൊന്നുമില്ല. ഓക്കെ, ഒരു ടാർഗറ്റ് 2 ടാർഗറ്റ് 3 ടാർഗറ്റ്. പക്ഷേ ഇതിൽ SL പറഞ്ഞാൽ ചിലത് 2 3 SL ഒക്കെ ഉള്ളുണ്ട്. ഇതൊക്കെ 4000 എന്ന് പറയുമ്പോൾ ഒരു SL പറഞ്ഞാൽ ഇതായിരിക്കും വരിക 1395 അല്ല 1350 ആയിരിക്കും ഒരു SL പറഞ്ഞാൽ വരിക. അപ്പോൾ ഇത് പറഞ്ഞാൽ 2600 4000. അപ്പം 3 SL ആയിരിക്കും ഈ ഒരു ദിവസമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ ഏകദേശം SL 2 കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 ഏകദേശം 19 ട്രേഡോളം SL അടിച്ചിട്ടുണ്ട്. ആകെ 3 ട്രേഡ് എനിക്ക് ടാർഗറ്റ് അടിച്ചുള്ളൂ. 19 ട്രേഡ് SL അടിച്ചിട്ട് 3 ട്രേഡ് മാത്രം ടാർഗറ്റ് അടിച്ചിട്ടും ഞാൻ ഇത്ര ലോസ് വന്നുള്ളൂ. ഒറ്റ ട്രേഡിൻ്റെ ലോസ് മാത്രമേ, ഒറ്റ ട്രേഡ് ടാർഗറ്റ് അടിച്ചാൽ അത് പ്രോഫിറ്റിൽ എത്തുന്ന രീതിയിലുള്ള ലോസ് മാത്രമേ എനിക്ക് വന്നുള്ളൂ. സോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വെച്ചാൽ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റും പ്രോപ്പർ സെറ്റപ്പ് പ്രകാരമുള്ള എൻട്രി മാത്രം എടുക്കുന്നു, നല്ല ഹൈ റിസ്ക് റിവാർഡ് എടുക്കുന്നു, 1:5 എന്നുള്ള നല്ലൊരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് ഒരൊറ്റ ട്രേഡ് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് എനിക്ക് കവർ ചെയ്യാൻ കഴിയും. ഓക്കെ, കഴിഞ്ഞ മാസം ചെറിയ പ്രോഫിറ്റ് ആണ്, പക്ഷേ അതും വലിയൊരു പ്രോഫിറ്റ് വരെ ചെറിയ പ്രോഫിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ മാസം. എത്രയും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതിലിപ്പോൾ 5600 എന്ന് പറയുമ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് 1,50,000 വെച്ചിട്ടാണ്. കഴിഞ്ഞ മാസം ഞാൻ ചെയ്തത് 1,50,000 വെച്ചിട്ടാണ്. അപ്പോൾ 5600 രൂപ എന്ന് പറഞ്ഞാൽ 5600 by 1,50,000 ഈക്വൽ ടു ഇൻറ്റു 100. 3.7% ആണ് എൻ്റെ ലോസ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരു 4% പോലും. ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ആകെ ഒരു 4%-ലും കുറവാണ് എനിക്ക് വന്ന ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞത്. പക്ഷെ പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഇതിൽ നല്ല രീതിയിൽ കൂടുതൽ പ്രോഫിറ്റ് വരുമ്പോൾ 15%. എൻ്റെ പഴയ PNL വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ ചില മാസങ്ങളിൽ എനിക്ക് 20% പ്രോഫിറ്റ്, 15% ആ രീതിയിലൊക്കെയാണ് പ്രോഫിറ്റ് വരല്. ലോസ് വരുമ്പം ഇത്ര വരുന്നുള്ളൂ. അത് ഇതുകൊണ്ടാണ് ഈ റിസ്ക് റിവാർഡ് ഇത്ര പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ട്രേഡിംഗ് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങനെ നല്ല രീതിയിൽ റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ഉള്ളത് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ നോർമലി ചെയ്യുന്നത് വെച്ചാൽ 1:5 ആണ് എൻ്റെ നോർമൽ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിലിപ്പോൾ 19 ട്രേഡ് എടുത്ത് അതിൽ 19 SL അടിച്ച് 3 ടാർഗറ്റ് അടിച്ച്, എന്നിട്ട് ഞാൻ
ചെറിയൊരു ലോസിലുള്ള ഈ 19 അല്ല ഈ 3 ടാർഗറ്റ് എന്നുള്ളത് ഒരൊറ്റ ടാർഗറ്റ് കൂടിയിട്ട് 4 ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ വെറും ജസ്റ്റ് 4 ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ ആ ഓവറോൾ ലോസിനുള്ള ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റിലേക്ക് എത്തും. അപ്പോൾ ഈ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു 1:5 എന്നുള്ള റിസ്ക് റിവാർഡാണ്. അപ്പോൾ എല്ലാവരും ട്രേഡിംഗ് സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുന്ന സമയത്തും വിന്നിങ് റേറ്റിനെക്കാട്ടും കൂടുതൽ വിന്നിങ് റേറ്റ് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ എണ്ണം കൊണ്ട് നോക്കുമ്പോൾ ഒരുപാട് എണ്ണം എനിക്ക് എസ്സലാണ്. ആകെ കുറച്ചെണ്ണ പ്രോഫിറ്റുള്ളൂ, വെറും 3 എണ്ണം മാത്രമേ പ്രോഫിറ്റുള്ളൂ. കുറച്ച് എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷെ ആഴത്തിൽ നോക്കുന്ന പ്രോഫിറ്റ് വരുമ്പം ഒരൊറ്റ ട്രേഡിൽ തന്നെ 7,200 6,000 സംതിങ് അങ്ങനെ വരുന്നു. പക്ഷേ ലോസ് വരുമ്പോൾ ആകെ വളരെ ചെറിയ ലോസേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ട്രേഡിംഗ് സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൂടുതൽ എണ്ണം പ്രോഫിറ്റ് ആവുക, ഈ P&L കംപ്ലീറ്റ് പച്ച കത്തി നിൽക്കുക, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഒഴിവാക്കിയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുക. ഈ ഒരു സംഭവം റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞ സംഭവത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് എത്രത്തോളം കൂട്ടാൻ കഴിയും അത്രത്തോളം കൂട്ടിക്കൊണ്ടുവരിക. അത് കൂട്ടുന്നതായിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇത് കൂട്ടി കഴിഞ്ഞാൽ 2 ബെനിഫിറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഒരു ടാർഗറ്റ് അടിച്ച് കഴിക്കാം. പ്രോപ്പറായിട്ടുള്ളൊരു 1:5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ട്രേഡ് എടുക്കാനൊരു ഇതായിരിക്കും, എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഒരു ട്രേഡ് ഒറ്റ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ 1:5 അത്യാവശ്യം പ്രോഫിറ്റ് വേണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ 5 ട്രേഡ് കണ്ടിന്യൂസ് SL അടിച്ചാലേ ഉള്ളൂ നമ്മൾ ആ മന്ത് ഓവറോൾ ബ്രേക്ക് ഈവനിലേക്ക് എത്തുള്ളൂ. 5 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചാലേ ഉള്ളൂ ആ മന്ത് നമ്മൾ ഇതിലേക്ക് ബ്രേക്ക് ഈവനിലേക്ക് എത്തുള്ളൂ, ഫസ്റ്റ് ഒരു ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരൊറ്റ ടാർഗറ്റ് ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നെ പോകാൻ കഴിയും ആ മന്തിൽ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഓരോ ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആ മന്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ നേരെ മറിച്ച് സ്റ്റാർട്ടിങ്ങിലൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ SL ആണ് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അങ്ങനെ SL വന്ന് ഒരൊറ്റ വീക്കും കൂടെ ഉള്ളിരിക്കാം, ബാക്കി കംപ്ലീറ്റ് SL ആയിരിക്കും. അങ്ങനെയാണെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടില്ല. കാരണം എന്താ, ഈ മൊത്തം ലോസ്, ഈ ഒരു 2-3 ആഴ്ച കംപ്ലീറ്റ് വരുത്തി ലോസ് നമുക്കൊരു 2-3 ട്രേഡ് അല്ലെങ്കിൽ ഒരു 4 ട്രേഡൊക്കെ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്, ഈ 3 ആഴ്ചയിൽ നമുക്ക് വരുന്ന ലോസ് തന്നെ 1 ആണ്. 1:5 റിസ്ക് 1 എന്നുള്ള രീതിയിലായിരിക്കും ലോസ് വന്നിട്ടുണ്ട്. വളരെ ചെറിയ ലോസ് ആയിരിക്കും. അതിൽ ഒരു 3-4 ട്രേഡ് ടാർഗറ്റ് അടിച്ചാൽ ഒരു 4 അല്ല ഒരു 5 ട്രേഡ് ടാർഗറ്റ് അടിച്ചിരിക്കുക. അതിൽ ഓരോന്ന് 5 ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. 1 ലോസ് വരുന്നത്, 5 ടാർഗറ്റ് വരുന്നത്. സോ വളരെ കുറവെണ്ണം പ്രോഫിറ്റ് അടിച്ചാൽ അപ്പോൾ ഫുള്ള് ഒരു മന്ത് നമ്മൾ കംപ്ലീറ്റ് ചോപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവസാനത്തെ ഒരു 1-2 ദിവസം ഒരു ടാർഗറ്റ് അടിച്ചാൽ മതി നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് കിട്ടുക ഇങ്ങനെ ആകുമ്പോഴാണ് ഈ 1:5 ഫോളോ ചെയ്യുന്നത്. നമ്മൾ നേരെ മറിച്ചൊരു 1:1 1:2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ആഴ്ച കംപ്ലീറ്റ് ലോസ് ആണെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച നമ്മൾ എങ്ങനെ ശ്രമിച്ചിട്ടും കാര്യമില്ല, നമുക്ക് എത്ര ടാർഗറ്റ് അടിച്ചാലും ആ ഒരു 3 ആഴ്ച ടോട്ടൽ ഉണ്ടാക്കിയ ലോസ് നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. കാരണം 1:1 ആണെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഒരു ട്രേഡ് വെച്ച് 3 ആഴ്ച എടുത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 × 15 15 ട്രേഡ് ഈ 3 ആഴ്ച കൊണ്ട് നമുക്ക് SL അടിച്ചിട്ടുണ്ടാവും. ഈ 4 ദിവസം കൊണ്ട് നമുക്ക് പ്രോഫിറ്റിലെത്തണമെങ്കിൽ എത്ര ട്രേഡ് ടാർഗറ്റ് അടിക്കണം? 15 ട്രേഡ് ടാർഗറ്റ് അടിച്ചാൽ ഈ 4 ദിവസം കൊണ്ട് നമുക്ക് ആ ഓവറോൾ ലോസ് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് 1:5 ആണെങ്കിലോ 15 ട്രേഡ് ടാർഗറ്റ് അടിച്ച് SL അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 3 ട്രേഡ് മതി 1:5 നമുക്ക് 15 ട്രേഡിൻ്റെ SL കവറായി കിട്ടും. പിന്നെ 4ാമത് ഒറ്റ ട്രേഡും കൂടെ ടാർഗറ്റ് അടിച്ചാൽ നമ്മൾ പ്രോഫിറ്റിലെത്തി. അതാണ് ട്രേഡിംഗ് ഗെയിം. ഇനിയിപ്പോൾ അടുത്ത മാസം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അടുത്ത മാസം ലോസ് ആവും പ്രോഫിറ്റ് ആവും എന്താവുമെന്ന് എനിക്കറിയില്ല. അടുത്ത മാസം ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. പ്രോഫിറ്റ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനി ലോസ് ആണെങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. എന്തായാലും അടുത്ത മാസം ഞാൻ ലോട്ട് സൈസ് കൂട്ടുന്നുണ്ട്. ഇതിപ്പോൾ ലോസായിട്ട് പോലും ഞാൻ ലോട്ട് സൈസ് കൂട്ടുന്നുണ്ട്. ഞാൻ ലോസും പ്രോഫിറ്റും നോക്കിയതല്ല ഇത് കൂട്ടുന്നത്. എനിക്ക് അടുത്ത ലോട്ടിലേക്ക് 4 ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ 4 ലോട്ടിൽ ഓവറോൾ ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസ് എനിക്ക് താങ്ങാനുള്ള ശേഷിയുണ്ടോ, എൻ്റെ ഇമോഷൻസ് വെച്ചിട്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി അതേപോലെ തന്നെ 4 ലോട്ടിൽ എടുക്കാനുള്ള ക്യാപിറ്റൽ എനിക്കുണ്ടോ വിത്ത് റിസർവ് ഫണ്ട്. 4 ലോട്ടിൽ എടുത്ത് കഴിഞ്ഞ് കുറച്ച് SL അടിച്ച് കഴിഞ്ഞാലും ഈ 4 ലോട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള റിസർവ് ഫണ്ട് അടക്കമുള്ള ക്യാപിറ്റലിൻ്റെ അടുത്തുണ്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ലോട്ടിലേക്ക് പോകുന്നതായിരിക്കും. 2 ലോട്ടിൽ ഞാൻ കുറേ കാലം ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം 3 ലോട്ടിൽ വന്നത്. കാരണം 2 ലോട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് അങ്ങനെ റെഡി ആയി വരുന്നില്ല. ചിലപ്പം പ്രോഫിറ്റ് ലോസും ഒക്കെ ഇങ്ങനെ മാറി വരുന്നതിനകത്ത് ആ കോൺഫിഡൻസ് റെഡി ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തില്ല. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. 2-ന്ന് 3ലേക്കായി. ഇനിയിപ്പോൾ 3-ന്ന് അടുത്ത ഒറ്റ മാസം കൊണ്ട് തന്നെ 4ലേക്ക് പോകുന്നുണ്ട്. സോ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ട്രേഡിങ് 1-ാം തീയതി മുതലായിരിക്കും, സെപ്റ്റംബർ 1 തൊട്ട്. അപ്പോൾ സെപ്റ്റംബർ 1 തൊട്ടിട്ട് ഐശ്വര്യമായിട്ട് 4 ലോട്ടിലായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുന്നത്. 4 ലോട്ടിൽ ട്രേഡ് ചെയ്യാറുമ്പം
ഒരു ലോട്ടിന് ഞാൻ 50,000 ആണ് ക്യാപിറ്റൽ വെക്കുന്നത്. അപ്പോൾ 4 ലോട്ടിന് എഴുതി കാണിച്ചിടാം. ഒരു ലോട്ടിന് ഞാൻ വെക്കുന്നത് 50K ആണ്. അപ്പോൾ 4 ലോട്ടിന് 2 lakhs ആയിരിക്കും എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ വരിക. അതിലൊരു ട്രേഡിൽ SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിൽ ഒറ്റ ലോട്ടിൽ എനിക്ക് SL അടിക്കുകയാണെങ്കിൽ 450 ആയിരിക്കും എനിക്ക് SL വരാം. ഓക്കെ, അപ്പോൾ 4 ലോട്ടിൽ SL അടിക്കുകയാണെങ്കിൽ 4 × 450 എത്ര വരാം? 1800 ആയിരിക്കും ലോസ് വരാം. ഓക്കെ, സോ 4 ലോട്ടിൽ SL അടിക്കുകയാണെങ്കിൽ 1800 ലോസ്. ഒരു ലോട്ടിൽ ഇനിയിപ്പോൾ ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടിൽ 75 ക്വാണ്ടിറ്റിയാണ്. 75 × 30 2250. 2250 ആയിരിക്കും എനിക്ക് ഒരു ട്രേഡിൽ ഒറ്റ ലോട്ടിൽ ഒരു ട്രേഡ് ടാർഗറ്റ് അടിച്ചാൽ 30 പോയിൻറ്റ്സ് കിട്ടിയാൽ 1:5 എന്ന് പറഞ്ഞത്. അപ്പോൾ അത് 4 ലോട്ടിലേക്ക് പോകുന്ന സമയത്ത് 2250 × 4 ചെയ്താൽ 4500 9000 9000 ആയിരിക്കും പ്രോഫിറ്റ് വരാം. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഒരു രീതിയിലായിരിക്കും എൻ്റെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ലോസ് വരികയാണെങ്കിൽ 2250, പ്രോഫിറ്റ് വരികയാണെങ്കിൽ 9000 ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസത്തെ ഒരു ട്രേഡ് ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് നല്ല രീതിയിലേക്ക് പ്രോഫിറ്റ് എത്താം. ഈ മാസത്തെ കംപ്ലീറ്റ് SL ഒരൊറ്റ ട്രേഡിൽ സുഖസുന്ദരമായിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ലെറ്റസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി അടുത്ത വീഡിയോ തിങ്കളാഴ്ച ആയിരിക്കും ഉണ്ടാവുക. സോ അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.